9th സ്റ്റാൻഡേർഡ് മാത്സ് ആനുവൽ ഇവാലുവേഷൻ 2024-25 ആൻസർ കീൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ആണിത്. Question number 11. The base radii of two cylinders are in the ratio 1:2 and the heights are in the ratio 4:3. What is the ratio of their lateral surface area? Lateral surface area കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr(h) ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് റേഷ്യോ എന്ന് പറയുന്നതിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് റേഡിയൈ ഓഫ് ടു സിലിണ്ടർ, രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് R1:R2 ആണ് 1:2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H1:H2 ആണ് 4:3 എന്ന് പറയുന്നത്. അപ്പോൾ LSA എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അതിൽ നമ്മൾ ആദ്യത്തെ ലാറ്ററൽ സർഫസ് ഏരിയനെ 2πr(h1) എന്നും രണ്ടാമത്തേന് 2πr(h2) എന്നും എടുക്കുന്നു. 2πr2(h2). ആദ്യത്തെ 2πr1(h1) പിന്നെ 2πr2(h2) എന്നും എടുക്കുന്നു. ഇവിടെ ഹൈറ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് H എന്ന് എടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ റേഡിയസ് ഈക്വൽ ആണെങ്കിൽ R എന്ന് എടുത്താൽ മതി. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. പിന്നെ 2π രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഇവിടെ ഈസ്റ്റ് വെച്ചിട്ടാണ് എഴുതുന്നത്. 2πr1(h1) ഈസ്റ്റ് 2πr2(h2), അല്ലെങ്കിൽ ബൈ വെച്ചിട്ട് എഴുതാം. 2πയും 2πയും കട്ടാവും ഒരേപോലെയുള്ളത്. പിന്നെ R1 × H1. R1 എന്ന് പറയുമ്പം നമ്മുടെ 1 × H1 എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 1 × 4 ഈസ് R2(h2). R2 എന്ന് പറയുന്നത് 2 ആണ്, H2 എന്ന് പറയുന്നത് 3 ആണ്. 2 × 3 വരും. അപ്പോൾ 1 × 4 4ഉം വരും, 2 × 3 6ഉം വരും. 1 × 4 4ഉം ഈസ് 2 × 3 6ഉം വരും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം 2:3 ആണ്. ഇനി നമുക്കതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇഫ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈസ് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് സിലിണ്ടർ? അതായത് ഫസ്റ്റ് ഉള്ളത് നമ്മുടെ ഈ 2ൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 30. നമുക്ക് അങ്ങനെ നോക്കാം. 2ൻ്റെ പ്ലേസിൽ 30 ഉള്ളത്, അതായത് ഫസ്റ്റിലേത് 30. 2 × 15 ആണ് 30 വരുന്നത്. അപ്പോൾ 3 × 15 45. ഇനി അതും അല്ലെങ്കിൽ 2:3 = നമുക്ക് V1:V2 എന്ന് എടുക്കാം. V1 30 ആണ്. അപ്പോൾ V2 കാണേണ്ട ഇക്വേഷൻ നമ്മുടെ ഇത് മിഡിൽ നമ്പർ ഇൻറ്റു ചെയ്യുക. 3 × 30/2 എന്ന് എടുക്കുക. അങ്ങനെ 45 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇൻ ദ പോളിനോമിയൽ P of x = x² + 3x + 2 P of 0 കൊടുക്കുമ്പോൾ ആൻസർ 2 ആണ് വരിക. ബാക്കിയുള്ള ടേം ഒക്കെ 0 ആയിട്ട് പോകും. P of 1 = 1² + 3 × 1 + 2 6 വരും. P of -1ഉം കാണണം. നമുക്ക് ഇവിടെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് P of -1 പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ P of -1 ആവശ്യമുണ്ട്. P of -1 എന്ന് പറയുമ്പോൾ 0 ആണ് കിട്ടുക. -1² + 3 × -1 + 2 1 - 3 + 2 = 0. അപ്പോൾ 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ P of 1 + P of -1/0 എന്നുള്ളതിൽ 6 + 0/2 ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. P of 1 എടുക്കുക 6 എന്ന്. P of -1 0 ആണ്. അപ്പോൾ 6 + 0. P of 0 എന്ന് പറയുന്നത് 2 ആണ്, /2. അപ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3 ആണ് കിട്ടുക. ഇൻ ദ ഫിഗർ ദ ഡയമീറ്റർ ഓഫ് ലാർജ് സെമി സർക്കിൾ ഈസ് 8 സെൻറ്റിമീറ്റർ. അതായത് ഇതിൻ്റെ സെമി സർക്കിൾ വലുതിൻ്റെ ഇവിടുന്ന് ഇത്ര വരെ 8 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇത്ര വരെ 4 ആയിരിക്കും, ഇവിടുന്ന് ഇത്ര വരെയും 4 ആയിരിക്കും. വാട്ട് ഈസ് ദ റേഡിയോ ഓഫ് സ്മോൾ സെമി സർക്കിൾ? ഇതിൻ്റെ സ്മോൾ സെമി സർക്കിളിൻ്റെ റേഡിയസ് ഇത് ഇവിടുന്ന് ഇത്ര വരെ 4 ആണ്. അപ്പോൾ റേഡിയസ് 2 ആണ് വരിക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജ് സെമി സർക്കിൾ. ലാർജ് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. ലാർജ് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ½ πr², ഹാഫ് ഇൻറ്റു ഹാഫ് π/2 അല്ലെ, ½ πr² ആണ്. πr²/2 എന്ന് എഴുതിയാലും മതി. അപ്പോൾ r² എന്ന് പറയുമ്പോൾ 4² 2 16π/2 എന്ന് പറയുമ്പം 8π ആണ് ആൻസർ വരിക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്? ഷെയ്ഡഡ് പാർട്ടിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ലാർജ് സർക്കിളിൻ്റെ ഹാഫ് സെമി സർക്കിൾ ഓഫ് ലാർജ് മൈനസ് ഈ ചെറിയ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം രണ്ടും കൂടെ കൂടിയാൽ ഒരു ഫുൾ കുഞ്ഞ് സർക്കിളാവും അല്ലേ, സ്മോൾ ഫുൾ സർക്കിളാണാവും. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്മോൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ πr²/2 എടുക്കണം. പക്ഷേ ഒരു സ്മോൾ സർക്കിൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത ഒരു ഫുൾ സർക്കിളായിട്ട് വരും. അതുകൊണ്ടാണ് ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ഹാഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് 2 സ്മോൾ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിളാണ്. πr² എന്ന് പറയുമ്പോൾ π × റേഡിയസ് 2² 4π കിട്ടും. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ വലിയതിൻ്റെ അകത്ത്, അതായത് 8πൻ്റെ അകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? നമ്മളിവിടെ 8π കണ്ടെത്തിയിട്ടുണ്ടല്ലേ. ടോട്ടൽ സെമി ഇതിൻ്റെ ഫൈൻഡ് ദ ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ. ലാർജ് സെമി സർക്കിൾ 8π ആണ്. 8πന്ന് 4π മൈനസ് ചെയ്താൽ 4π ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ഫൈൻഡ് x സാറ്റിസ്ഫൈങ് 8 ഓഫ് ദ ഇക്വേഷൻസ് ബിലോ.
മോഡ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 5. എക്സ് പ്ലസ് 2ൻ്റെ ആ വാല്യൂ വരുക നമുക്ക് 3ഉം -7ഉം ആണ്. എക്സ് മൈനസ് 6 ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2. എക്സ് പ്ലസ് 2 ആണ്. അത് നമ്മളിവിടെ ആൻസർ എടുക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് തന്നെ എടുക്കും. പ്ലസിൻ്റെ ആകുമ്പോൾ നമ്മൾ മൈനസ് എടുക്കും. അപ്പോൾ 6 + -2/2 ആണ്. 4/2 ഈക്വൽ ടു 2 ആണ് ആൻസർ വരിക. In the figure, the sides of rectangle are 6 cm and 4 cm. A sector is drawn with the vertex as a center. What is the area of rectangle? Rectangle area side 6ഉം 4ഉം ഉണ്ട്. അപ്പോൾ 6 × 4 24 ആണ്. Find the area of sector. Sector എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് 1/4 ആണ്. സർക്കിളിൻ്റെ 1/4 ആണ്. അപ്പോൾ πr²/4 വരും. 1/4 πr² റേഡിയസ് ഇവിടെ ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇത്ര വരെ 4 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര വരെ 4 ആണ് ഉണ്ടാവുക. 1/4 പൈ, അതായത് πr²/4 ആണ്. ഇത് ഫുൾ സർക്കിളിൻ്റെ ആണ് πr². ഇതിപ്പോൾ 4 ഭാഗം ആക്കിയതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് 1/4 πr² എന്ന് പറയുമ്പോൾ 4² 16 ആണ്. അപ്പോൾ 16/4 എന്ന് പറയുമ്പോൾ 4π വരും. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയൻ്റെ അകത്ത് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ 24 - 4π. The base edges of a triangular prism of 5 cm, 12 cm and 13 cm. Height of the prism is 20 cm. What is the base perimeter of the figure? Prism എന്ന് പറയുന്നത് 5 + 12 + 13 30 ആണ് വരിക. ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഈ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് പെരിമീറ്റർ എന്ന് പറയുക. ആ നമ്പറിന് ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ 600 വരും. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ +2 ബേസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ 600 ഉണ്ട്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ S × S - S - B S - Cയിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടാൽ 5 12 13 5 12 13 എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അതിൻ്റെ എൽ സൈഡ് എന്ന് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ അതും ലംബവും 5ഉം 12ഉം ആയിരിക്കും. ചെരിഞ്ഞ വര, അതായത് കർണം ഹൈപ്പട്ന്യൂസ് 13ഉം ആയിരിക്കും. അപ്പം നമ്പർ കണ്ടാൽ തിരിച്ചറിയണം അത് 5ഉം 12ഉം 13ഉം റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡാണെന്നുള്ളത്. ആ നമ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്. 5 12 13 3 4 5 6 8 10 എന്നൊക്കെ പറയുന്നത് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ ചാൻസുള്ള നമ്പർ ആണ്. ഇനിയിപ്പം തന്നെ നമുക്കതിൻ്റെ അല്ലെങ്കിൽ തന്നെ നമ്മൾ S എടുത്തിട്ട് കണ്ടാൽ √S × S - B S - C എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ അത് ½ BH കണ്ടു കഴിഞ്ഞാൽ ½ × 5 × 12 ആണ്. അപ്പോൾ 5 × 12 60, 60 × ½ 30 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ 32 ടൈംസ് ആഡ് ചെയ്യാം 60. അപ്പോൾ അങ്ങനെ 660 ആണ് ആൻസർ വരിക. 17, question number 17. If the sides of a rectangle are decreased by 1 meter, its area would be 99 meters. If increased by 1 meter, it would be 143 square meters. What is the area of rectangle? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മളിപ്പോൾ സൈഡ് എക്സും മറ്റേത് വൈയും ആയിട്ട് എടുത്താൽ സൈഡ് കൂടി. ഡിക്രീസ്ഡ് എന്ന് പറയുമ്പം x-1 ആണ്, y-1 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും, അതായത് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഡിക്രീസ്ഡ് എന്ന് പറയുമ്പോൾ സൈഡ്സ് എന്ന് പറയുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു എന്ന് വരും. ഇനി ഇപ്പോൾ അടുത്തതിൽ ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ എന്ന് പറയുമ്പം x+1ഉം y+1ഉം വരും. ഒന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി 143. അപ്പോൾ ഏരിയ കാണേണ്ട ഇക്വേഷൻ XY ആണ്. X × Y ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. അപ്പം നമുക്കത് നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണത്. തന്നിരിക്കുന്ന നമ്പർ നമ്മൾ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈന്ന് എടുക്കാം. അപ്പോൾ ഒന്ന് കുറവ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് x - 1 × y-1. അപ്പോൾ ഏരിയ എന്താണ്? 99 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. XY - X നമ്മൾ ഇൻറ്റു ചെയ്യുക. X × Y XY വരും. X × -1 - X 1 × Y -y വരും. +1 വരും. അങ്ങനെ XY - X - y = 98. ഫസ്റ്റ് ഇക്വേഷൻ വെച്ചോടെ ബ്ലോക്ക് ചെയ്യാം. അടുത്തത് നമ്മുടെ ഇൻക്രീസ് ചെയ്യുമ്പം x+1ഉം y+1ഉം 143 ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റും സെക്കൻഡും ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ XY എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ക്യാൻസലായി പോകും. എക്സും ഇത് മൈനസാണ്, ഇത് പ്ലസ്സാണ്, കട്ടായിപ്പോൾ. ഇത് മൈനസാണ്, ഇത് പ്ലസ്സാണ്, കട്ടായിപ്പോൾ. XYയും 2XYയും വരും. 98ഉം 142ഉം 240 വരും. അങ്ങനെ XY 240/2 120 വരും. അപ്പോൾ XY എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അത് 120 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ന്ന് 1 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് XY കട്ടായിട്ട് 0 വരും. പിന്നെ X - X എന്ന് പറയുമ്പം അത് 2X വരും. പിന്നെ Y - y എന്ന് പറയുമ്പോൾ 2Y വരും. അത് 44 കിട്ടും. അപ്പോൾ ഇത് എല്ലാത്തിലും 2 കോമൺ ഉണ്ട്. അപ്പോൾ x + y = 22 എന്ന് കിട്ടും.
എക്സ് പ്ലസ് വൈ 22 ആണ്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ കിട്ടിയതുപോലെ തന്നെ എക്സ് മൈനസ് വൈയും കൂടെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4x. ഇത് നമ്മൾ എടുക്കുന്നതാണ്, ഇക്വേഷൻ പ്രകാരം എടുക്കുന്ന ഒരു ലൈനാണിത്. അതായത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സ് പ്ലസ് വൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. കാരണം നമുക്ക് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ 4 കിട്ടും, എക്സ് മൈനസ് വൈ 2 കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ 3യും ഇവിടെ 4 മാർക്ക് ചെയ്യും. പിന്നെ 3 - 4 ചെയ്യുമ്പം എക്സ് മൈനസ് എക്സ് 0 ആയി പോകും. വൈ മൈനസ് വൈ 2y അങ്ങനെ 10 കിട്ടും. വൈ 10 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് വൈ 22 ആണ്. വൈ 10 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 12 ആയിരിക്കും. എന്നെങ്കിലേ അത് 22 എന്ന് കിട്ടുള്ളൂ. Question number 18. In the figure, one side of a rectangular hexagon 6 cm sector are drawn with the vertex of the hexagon as a center. ഹെക്സഗണിൻ്റെ വൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആണ്. എല്ലാ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ? ഒരു സൈഡ് 6 ആണ്. 6 + 6 + 6 + 6 + 6 36 വരും. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഫൈൻഡ് ഇതിൻ്റെ ഇവിടെയുള്ളതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പെരിമീറ്റർ ഓഫ് ദ ഹെക്സഗൺ 36 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പെരിമീറ്റർ ഓഫ് ആർക്സ്, അവിടെയുള്ള 6 ആർക്ക് വീതം ഉണ്ട്. എല്ലാ ആർക്കിനും സെയിം ലെങ്ത് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 2πr × x/360 ഒരാർക്കിൻ്റെ ലെങ്ത്ത് കാണാം. 2πr എന്ന് പറയുമ്പോൾ 3 ആണ് റേഡിയസ്, 6 ആണ് സൈഡ് വരും. അപ്പോൾ 3 റേഡിയസ് വരും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2π × 3 × 120/360 വരും. അപ്പോൾ ഇത് 1/3 ആണ്. അതായത് 120 36 എന്ന് പറയുന്നത് 0 കട്ട് ചെയ്ത് 12 36 3 ടൈംസ്, അല്ലെങ്കിൽ 3 × 12 36 ആണ്. അപ്പോൾ ഇവിടെയും 36 കട്ടായി പോകും. ബാക്കി 2π മാത്രമേ ബാക്കിയുണ്ടാവും. ഒരാർക്കാണ് 2π. അതായത് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ പുറമേയുള്ള സൈഡൊക്കെ ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ ആർക്ക് ഇതാണ്. അതായത് ഒരു ഫിഗറിൻ്റെ ഇപ്പോൾ 3 + നമ്മുടെ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഈ ഒരു പീസിൻ്റെ മാത്രം പെരിമീറ്റർ എന്ന് പറയുമ്പം ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 2π ആണ്. ഈ ഒരു പീസിൻ്റെ 2π ആണ്. അപ്പോൾ 2π എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ 6 നമ്മൾ എണ്ണീര് 36 കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ടോട്ടൽ എടുക്കുക. പിന്നെ ഈ 2π എന്ന് പറയുമ്പോൾ 2π 6 2π ഉണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് തന്നെ 6 2π ആകുമ്പോൾ 12π വരും. അപ്പോൾ 36 + 12π ആണ് ആൻസർ വരിക.